ിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരത ചെയ്തയാളാണ്. അതിൽ മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല. അയാൾ മനുഷ്യനല്ല ആത്മകൻ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൈപ്പത്തി അറുത്തു മാറ്റാൻ ഇസ്ലാമികമായി തെളിവില്ല. ഇസ്ലാമികമായി എന്ത് രേഖയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഹാജരാക്കാനുള്ളത്? ആരാണ് പ്രവാചക നിന്ദയുടെ ആദ്യമായി പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ഉദ്ഘാടനം കഴിച്ചത്? ആരാ? അബൂലഹബാൻ അല്ലേ? മക്കയിൽ പ്രവാചകന് വഹി വന്നപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ അദീ ഗോത്രമേ ഖുറൈശ് ഗോത്രമേ എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ പ്രവാചകൻ ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, ഈ മലക്ക് പിന്നാമ്പുറത്ത് നിന്ന് ഒരു അശ്വഭടന്മാർ സർവായുധ സജ്ജരായി നമ്മെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഈ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അതെ മുഹമ്മദ്, താങ്കളല്ല മീനാൻ, സത്യസന്ധനാൻ, അതുകൊണ്ട് മുഹമ്മദെ എന്തും പറഞ്ഞോളൂ, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാവ് ഏകനാണ് എന്ന് പറഞ്ഞപ്പോ അല്പം മൂകമായ ആ സദസ്സിന് മുമ്പാകെ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആദ്യമായി അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദെ നിനക്ക് നാശം, നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഖുർആൻ തിരിച്ചടിച്ചു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിച്ചു, അവന്റെ ഇരു കരങ്ങളും നശിച്ചു, അവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. അന്ന് മുതൽ മുസ്ലിങ്ങൾ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ അയൽപ്പക്കക്കാരനായി പടതമ്പുരാൻ ശപിച്ച ഇതേ അബൂലഹബ് ജീവിച്ചിരിക്കുന്നു. ലോകത്ത് ആദ്യമായി മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നതിന്റെ ഉദ്ഘാടനം കഴിച്ച ഈ അബൂലഹബ് ജീവിച്ചിരിക്കെ അബൂലഹബ് മോശപ്പെട്ടവനാണ് എന്നും അയാൾ ശപിക്കപ്പെട്ടവനാണ് എന്നും നരകാഗ്നിയിലെ വിറകാണവനെന്നും വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടന്ന സ്വഹാബിമാര് അബൂലഹബിന്റെ അയൽപ്പക്കക്കാരായി ജീവിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിന്റെ അയൽക്കാരനായി ജീവിക്കുന്നു. ഒരു നോക്കുകൊണ്ട് പോലും പ്രവാചകൻ അബൂലഹബിനെ നോവിക്കാൻ ആഹ്വാനം നടത്തിയിട്ടില്ല. എന്തേ അബൂലഹബിന്റെ നാവരിയാൻ, എന്റെ അബൂലഹബിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്നത് പുണ്യകർമ്മമാണ് എന്ന് പ്രവാചകരിൽ നിന്ന് മതം പഠിക്കുക സഹാബിമാരാരും കരുതിയില്ല. ഇതാണ് ഞങ്ങളുടെ മാതൃക. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. പ്രവാചകൻ നടന്നു പോകുന്ന വഴിയിൽ ചപ്പുചവറുകൾ വിതറിയിരുന്ന ഒരു യഹൂദി പെണ്ണ് അസുഖബാധയായി കിടന്നപ്പോ പ്രവാചകൻ ചെയ്ത എന്താ? അവളെ കാണാൻ പോയി. എന്നിട്ട് അവളുടെ കട്ടിലിനരികെ ഇരുന്നു കൊണ്ട് തന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ആ യഹൂദി പെണ്ണിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. പടവനെ, ഈ രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ പെണ്ണിന് നീ വിമുക്തി നൽകണമേ. അതുപോലെ തന്നെ ഹൈബറിൽ വെച്ച് പ്രവാചകന് ഒരു ജൂതപ്പെണ്ണ് വിഷം കലർത്തി നൽകി. പ്രവാചകന് ജീവിതത്തിലുടനീളം അവിടെ നിന്ന് അങ്ങോട്ട് ആ വിഷദ്രാവകം കടിപ്പിന്റെ പേരിലുള്ള അസ്വസ്ഥത പ്രവാചകനെ അലട്ടിയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, യാ ആയിഷ ഇന്നലിൽ മൗത്തി സകറാത്ത്, മരണത്തിന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ പിന്നീട് പറഞ്ഞത്, അന്ന് ഹൈബറിൽ വെച്ച് ആ യഹൂദി പെണ്ണ് തന്ന വിഷദ്രാവകം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആയിഷ എന്ന് പുണ്യപ്രവാചകൻ സകറാത്തിന്റെ അഥവാ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പേ വരെ പ്രവാചകൻ അലട്ടിയിരുന്നു. എന്താ പെണ്ണിന് പ്രവാചകൻ മാപ്പ് കൊടുത്തു. അതുപോലെ തന്നെ പ്രവാചകന്റെ പുന്നാരമോൾ സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരിക്കെ സൈനബ് റളിയല്ലാഹു അൻഹയെ അബ്റാർ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകന്റെ മുമ്പിലിട്ട് ചവിട്ടി വീഴ്ത്തുന്നു. ഒട്ടകപ്പുറത്തേക്ക് കയറാൻ നോക്കിയ മഹതിയായ സൈനബ് റളിയല്ലാഹു അൻഹ എന്ന പുണ്യപ്രവാചകന്റെ പുന്നാരമോളെ ചവിട്ടി വീഴ്ത്തുന്നു. പൂർണ്ണ ഗർഭിണിയായ ആ മകൾ നിലത്തി വീഴുന്നു. അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച പ്രവാചകനെ അവഗണിച്ചുകൊണ്ട് അബ്റാർ തന്റെ പുന്നാരമോളെ നിലത്തിട്ട് ചവിട്ടി വീഴ്ത്തിയ ഈ അബ്റാർ പിന്നീട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ആ രോഗത്തിൽ, ആ വീഴ്ചയിൽ തന്നെ വന്ന അസുഖത്തെ തുടർന്ന് മഹതിയായ സൈനബ് റളിയല്ലാഹു അൻഹ മരിക്കുന്നു. തന്റെ പുന്നാരമോളെ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ചവിട്ടി കൊലപ്പെടുത്തിയ ഈ അബ്റാർ എന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു, ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഈ അബ്റാർ പ്രവാചകൻ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ലോകത്തൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് താൻ ചെയ്തത് എന്നറിയാമായിരുന്ന അബ്റാർ മക്കയുടെ കിരീടം വെക്കാത്ത സുൽത്താനായി ഇതാ വിജയശ്രീ ലളിതനായി മുഹമ്മദ് തിരിച്ചു വന്നിരിക്കുന്നു. സർവ്വസൈന്യാധിപനായി മുഹമ്മദ് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നറിയാതെ അബ്റാർ മുഖം മറക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ അബ്റാറിനെ തിരിച്ചറിയുന്നു.
തിരിച്ചറിഞ്ഞ പ്രവാചകൻ അബ്റാറിന്റെ മുഖത്തേക്ക് നോക്കി. അല്പനേരം പ്രവാചകൻ ഒന്നും മിണ്ടുന്നില്ല. പ്രവാചകന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓർമ്മകൾ ഒളിമിങ്ങിപ്പോയി. സൈനബ് റളിയല്ലാഹു അൻഹായെ ഗർഭം ധരിക്കുന്നതും സൈനബ് റളിയല്ലാഹു അൻഹായെ പ്രസവിക്കുന്നതും താൻ ഉമ്മ വെച്ച് ലാളിച്ച് പോറ്റി വളർത്തുന്നതും അവസാനം വിവാഹം കഴിപ്പിക്കുന്നതും പൂർണ്ണ ഗർഭിണിയാകുന്നതും തന്നോടൊപ്പം യാത്രയാകുന്നതും തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് ആ വേദനയിൽ തന്റെ ഈ അബ്റാർ എന്ന് പറയുന്ന ഈ ക്രൂരൻ ചെയ്ത കുടിലതകൾ മൂലം മഹതിയായ തന്റെ പുന്നാരമോള് മരിച്ചു വീടുന്ന കാഴ്ചയുമൊക്കെ ആ വിശുദ്ധമായ മനസ്സിലൂടെ ഇങ്ങനെ ഓളം വെട്ടി. അവസാനം പ്രവാചകൻ അബ്റാറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ അബ്റാർ, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും അനുപമമായ ഒരു മാതൃക കാണിച്ച മഹാനായ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു അധ്യാപകന്റെ കൈപ്പറ്റി വെട്ടിമാറ്റുന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു തൽഹ ആയിരുന്നു. ഉസ്മാൻ ഇബ്നു തൽഹ മക്കയുടെ അഥവാ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ ഉസ്മാൻ ഇബ്നു തൽഹയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉസ്മാൻ, ആ കഅബ മന്ദിരത്തിന്റെ ഉൾവശം കാണാൻ ഒന്നെന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന അഫ്ദല ബൈത്തിൻ വുദിയ ലിന്നാസ് ലല്ലദീ ബിവക്കത മുബാറകം വഹുദൽ ആലമീൻ. ലോകത്താദ്യമായി പടച്ചതമ്പുരാനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം മഖാമു ഇബ്രാഹിമ മുസല്ല എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പണിത ആ വിശുദ്ധമായ കഅബ മന്ദിരത്തിന്റെ ഉൾവശം കാണണമെന്ന അദമ്യമായ ആഗ്രഹത്താൽ അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹയോട് പുണ്യപ്രവാചകൻ അതിന്റെ ഉള്ളം എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ജനമധ്യത്തിൽ വെച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞ് അട്ടിപ്പായിക്കുകയും പ്രവാചകന്റെ പവിത്രമായ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്ത് പുണ്യപ്രവാചകനെ ജനമധ്യത്തിൽ വെച്ച് അവഹേളിച്ചപ്പോ പ്രവാചകൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തിരിച്ചു പോകുമ്പോ പ്രവാചകൻ പറഞ്ഞു, അല്ലയോ ഉസ്മാൻ, ഒരു നാൾ ഈ വിശുദ്ധമായ കഅബ മന്ദിരത്തിന്റെ താക്കോൽ കൂട്ടം ഈ മുഹമ്മദിന്റെ കൈവശം എത്തിച്ചേരും. അന്ന് ഈ മുഹമ്മദ് തീരുമാനിക്കും ആർക്കാണ് ഇതിന്റെ സൂക്ഷിപ്പവകാശം നൽകേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഒരു വിഡ്ഢിയുടെ നേരം പോക്കായി മാത്രം അതിനെ പരിഹാസ ചുമയോടെ തള്ളിയ ഉസ്മാൻ ഇബ്നു തൽഹ പിന്നീട് ആ വിജയത്തിന്റെ സന്ദർഭത്തിൽ പുണ്യപ്രവാചകൻ മക്കയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകന്റെ കൈകളിലേക്ക് ആ വിശുദ്ധമായ താക്കോൽ കൂട്ടം കഅബ മന്ദിരത്തിന്റെ താക്കോൽ കൂട്ടം കടന്നു വന്നു. ഖുറൈശികളിൽ പലരും പ്രവാചകന്റെ ബന്ധുക്കളിൽ പലരും കരുതി ഞങ്ങൾക്ക് കിട്ടും ആ താക്കോൽ, ഞങ്ങൾക്കായിരിക്കും ആ സുലഭമായ അവസരമെന്ന് ഓരോരുത്തർ മനസ്സുകൊണ്ട് ഇങ്ങനെ തേടിയപ്പോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപമാനിച്ച, തന്നെ അവഹേളിച്ച, തന്നെ കാർക്കിച്ചു തുപ്പിയ അതേ ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ പറയുന്നു, അല്ലയോ ഉസ്മാൻ, നീയാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത്രയും നീതിയുക്തമായ മാതൃക ലോക ചരിത്രത്തിൽ ആരാണ് പ്രിയപ്പെട്ടവരെ കാട്ടിയത്? ആ പുണ്യപ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഈ അധ്യാപകന്റെ കൈപ്പറ്റി ഇവിടെ വെട്ടിമാറ്റിയത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്, ഇല്ല, ഈ പ്രവാചകനെ ജനമധ്യത്തിൽ ഭീകരനാക്കാൻ ഈ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരൻ ഇനി മുതൽ നഊദുബില്ലാ എന്ന് പറയേണ്ടി വന്നാൽ മുഹമ്മദ് എന്ന പിശാചിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ് ഒരു ക്രൈസ്തവ ആനുകാലികം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഈ രീതിയിലേക്ക് പ്രവാചകന്റെ പേരിനെ പൈശാചികതയോട് ചേർത്ത് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ അത്തരം ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തീർത്തത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ തലതിരിഞ്ഞ പ്രവാചക സ്നേഹമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. ലോകത്ത് ആദ്യമായല്ലോ പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, സൽമാൻ റുഷ്ദി, അതേപോലെ തന്നെ തസ്ലീമ നസ്രീൻ, അതുപോലെ തന്നെ ഇടമറുക്, ഇവരുടെയൊക്കെ ഖുർആൻ വിമർശന പഠനങ്ങൾ നാളുകൾ പിന്നിട്ടപ്പോഴേക്കും വിഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ടു. എന്തേ കാരണം? മുസ്ലിം സംഘടനകളും നേതാക്കന്മാരും അവരുടെ തലക്ക് വില പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ മുസ്ലിം പണ്ഡിതന്മാരും ചിന്തകന്മാരും ഇസ്ലാമിന്റെ ആധികാരികത തെളിയിച്ചതോടെ ആ പുസ്തകങ്ങളുടെ, ആ വിമർശനങ്ങളുടെ ന്യൂസൻസ് വാല്യൂ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഇസ്ലാമിന്റെ എക്കാലഘട്ടങ്ങളിലെയും മാതൃക. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്നതോ? പോപ്പുലർ ഫ്രണ്ടുകാർ ഇസ്ലാമിനെ ഭീകരതയുടെ ഒരു പര്യായമായി ചിത്രീകരിക്കുകയും ആ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യാൻ. അതുപോലെ തന്നെ ഇവർ രൂപീകരിക്കപ്പെട്ടിട്ട് ഇന്ന് വരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക, RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരെ. നിങ്ങൾ രൂപീകരിക്കപ്പെട്ട ഈ 17 വർഷ കാലയളവിനിടയിൽ നിങ്ങൾ മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ച ആളുകളിൽ 95% മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നിഷേധിക്കാൻ കഴിയുമോ? 95% മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വടകരയിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ജാഫർ സാഹിബ്, കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ മുസ്തഫ, വയനാട്ടിൽ MSFന്റെ പഞ്ചായത്ത് സെക്രട്ടറിയായ നഈം, അതേപോലെ തന്നെ ഈ ഈരാറ്റുപേട്ട എന്ന നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർക്കൊരു സീറ്റ് കിട്ടിയ അഹങ്കാരത്തിന്റെ മറവിൽ
പള്ളിമുറ്റത്തിട്ട്, നടക്കല്ലെന്ന പ്രദേശത്തെ പള്ളിമുറ്റത്തിട്ട് പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും നിഷ്കളങ്കരായ ചെറുപ്പക്കാരെ ഗിനിപ്പന്നികളെ പോലെ അടിച്ചമർത്തിയത് ഏത് സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ വിശദീകരിക്കണം. നിങ്ങളിവിടെ സുന്നികളും മുജാഹിദുകളും തമ്മിൽ സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും നടക്കുമ്പോൾ നിങ്ങൾ മധ്യസ്ഥന്മാരുടെ റോളിൽ വരും. നമ്മുടെ സമുദായമല്ലേ, നമ്മൾ ഒറ്റക്കെട്ടായി ഒരു യൂണിറ്റിയായി നിൽക്കേണ്ടതല്ലേ, എങ്ങനെയാണ് നമ്മൾ പരസ്പരം ചളിവാരി എറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ വലിയ സമുദായ നയികളായി അഭിനയിക്കുന്ന നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ മാരകമായി അടിച്ച് പരിക്കേൽപ്പിച്ചില്ലേ? അതുപോലെ തന്നെ ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എന്താ അറിയോ നിങ്ങള്? മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട അധ്യാപകന്റെ ആ മറവിൽ നിന്നുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ വേട്ട, മുസ്ലിം വേട്ട അവസാനിപ്പിക്കും. ഈ മുസ്ലിം വേട്ട നടത്താൻ പോലീസുകാരന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാ? ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ അല്ലെന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൈവെട്ട് കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ 6 7 ആളുകളിലെ ഈ 7 ആളുകളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ധീരമായി കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചു എന്നതിന്റെ പേരിൽ ഈ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഞങ്ങളാണ്. അതിനുള്ള ശിക്ഷ ജയിലറയാണെങ്കിൽ അത് മണിയറയായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ സൈര്യം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലണമായിരുന്നു. ചങ്കൂറ്റമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ ചെയ്യേണ്ടിയിരുന്നത് അതാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മാതൃക അതാണ്. ഉദാഹരണത്തിന് എന്റെ നാട്ടിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഗംഭീര ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോ അവിടെ കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു മണ്ഡലത്തിന്റെ പാർട്ടി ചാർജ്, CPM-ന്റെ ചാർജ്. അങ്ങനെ കൊടിയേരി അയാളുടെ പോലീസിനെ ഇറക്കി ക്രൂരമായ രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ അടിക്കാൻ CPM-ന്റെ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ അഭിമന്യരായ നേതാക്കന്മാർ പറഞ്ഞു, ചെറിയ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചോളൂ എന്ന് മുസ്ലിം യൂത്ത് ലീഗിനോട് പറഞ്ഞു. അങ്ങനെ മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. CPM-കാർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടി തുടങ്ങി. 58ഓളം കേസുകളാണ് എന്റെ പഞ്ചായത്തിൽ മാത്രം മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്നത്. 58ഓളം കേസുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം കലമുണ്ടായി കാണും. അങ്ങനെ ഇങ്ങനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ കൊടിയേരി 307 കുറഞ്ഞ ഒരു വകുപ്പൂട്ടിട്ടില്ല. അത് പോലീസുകാർ ഈ പറഞ്ഞ രീതിയിൽ നിരന്തരമായി പുലർച്ചെ 4 മണിക്കും രാത്രി 12 മണിക്കൊക്കെ ഇങ്ങനെ, അവിടെ അധികം ഗൾഫുകാരാണ്, ഈ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോലീസുകാർ ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഒരു തീരുമാനമെടുത്തു. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അംഗീകാരത്തോടെ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന പ്രതിപട്ടികയിൽ ഉള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക. അങ്ങനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ 6ഓളം ധീരന്മാരായ ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഈ തെമ്മാടിക്കൂട്ടങ്ങളെ അമർച്ച ചെയ്യുക ഞങ്ങളാണ് ഈ 6 പേർ, നിങ്ങളുടെ തേർവാഴ്ച നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അവർ 8 ദിവസം ജയിലിൽ കിടന്നു. 9ാമത്തെ ദിവസം ജാമ്യത്തിലെടുത്ത് കൊണ്ടുവന്നു. നാദാപുരത്തിൽ ഞങ്ങൾ അതാണ് ചെയ്തത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സഹോദരന്മാർ ഒരു നാട്ടിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു ക്രൂരതക്കും മുസ്ലിം ലീഗോ മുസ്ലിം യൂത്ത് ലീഗോ ചരിത്രത്തിൽ ഇന്നോളം കൂട്ടുനിന്നില്ല. ഞങ്ങൾക്കതിന് കഴിയില്ല. ഈ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു തീരുമാനമെടുക്കട്ടെ. ഞങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചതിന്റെ പേരിൽ ഞങ്ങളിതാ ഇയാളുടെ കൈപ്പറ്റി ഞങ്ങളാണ് വെട്ടിമാറ്റി. ഏറ്റവും രസകരമായ വസ്തുത, വിശുദ്ധ ഖുർആനിലെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ RSSകാരൻ 1600ഓളം RSSന്റെ പ്രാഥമിക ശിക്ഷാ വർഗിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്തെന്നറിയുമോ? ഈ ആയത്ത് അതായത് നിങ്ങൾ അതായത് കാഫിറുകളുടെ പിരടികൾ മുറിച്ചുകൊള്ളുക, വിരൽ തുമ്പുകൾ വെട്ടിക്കൊള്ളുക എന്നുള്ള ആയത്ത്. ഏതാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. ഇത് യൂഹി റബ്ബുക ലിൽ മലായിക വയുസബ്ബിതു അല്ലദീന ആമനു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റാബ ഫദ്രിബു ഫൗഖൽ ആനാഖി വദ്രിബു മിൻഹും കുല്ല ബനാൻ. നിങ്ങൾ അവരുടെ കൈപ്പത്തികൾ മുറിച്ചുകൊള്ളുക, അതേപോലെ തന്നെ പിരടികൾ ചെത്തിക്കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആരോട്? ഇത് യൂഹി റബ്ബുക ലിൽ മലായിക, മലക്കുകൾക്ക് അല്ലാഹു നിർദ്ദേശം നൽകി, മനുഷ്യർക്കല്ല. അപ്പൊ ഇവിടെ ഇത് യൂഹി റബ്ബുക ലിൽ മലായിക, മലക്കുകൾക്ക് അല്ലാഹു ബോധനം നൽകി എന്നത് RSSകാർ അടർത്തി മാറ്റുന്നു. എന്നിട്ട് ഇവര് പറയുന്നു, കണ്ടോ, കാഫറുകളെ മുഴുവൻ കണ്ടെടുത്ത് കൊല്ലാനാണ് ഖുർആൻ ആഹ്വാനം നടത്തുന്നത്, അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം. എന്നാൽ ഏറ്റവും രസകരമായ വസ്തുത, ഈ ഖുർആൻ വചനം അടർത്തിയെടുത്തുകൊണ്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഈരാറ്റുപേട്ടയിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചത്, അവരുടെ പ്രചരണ യാത്രയുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് പ്രസംഗിച്ച എന്താണെന്നറിയങ്ങള്? ഈ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് മലക്കുകളാണ്. ആലോചിച്ചു നോക്കണം. RSSകാർ പറഞ്ഞ രീതിയിൽ
ഞങ്ങളാണ് വെട്ടിമാറ്റിയത് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക. നമ്മൾ